ഇന്ന് നമുക്ക് റീഡറായി കിട്ടിയിരിക്കുന്നത് നമ്മുടെ റാബിന മാമിനെയാണ്. 10 കൊല്ലമായിട്ട് മാം അബുദാബിയിലും നാട്ടിലുമായിട്ട് മൈക്രോബയോളജിസ്റ്റ് ആയിട്ടാണ് ബൈ പ്രൊഫഷൻ. പക്ഷെ എന്നാലും മാമിന്റെ ഉള്ളിലെ പാഷൻ ഒരു ട്രെയിനർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ മാം മൈൻഡ് പവർ ട്രെയിനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാമിന്റെ ഹസ്ബൻഡ് ഷിഹാബ് സാറ്, അദ്ദേഹം ബിസിനസ് നടത്തുകയാണ്. റയാൻ എന്ന് പറഞ്ഞൊരു മോനുണ്ട്, അവൻ 8ാം ക്ലാസ്സിലാണ്. മോള് നിയ നസ്രീൻ. ഇന്ന് മാം എടുക്കുന്ന ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ദ മാജിക്. അത് നമ്മളിൽ, അതായത് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന ആളുകളില് ഒരു 80% ആളുകൾക്കും ഇത് എത്തിച്ചിട്ടുള്ളത് റോണ്ട ബൈറൺ ആണ്, സീക്രട്ടിലൂടെ. സീക്രട്ടിന്റെ ബാക്കി പത്രമായിട്ടുള്ള പുസ്തകങ്ങളാണ് പവർ, മാജിക് ഒക്കെ. അപ്പോ അതില് മാജിക് ആണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല. കാണാൻ പോണ പൂരം കണ്ടു തന്നെ അറിയണല്ലോ, കേട്ടറിയുന്നതിൽ കാര്യമില്ല. അപ്പോ മാം ഗംഭീരമായിട്ട് നമുക്ക് ആ സെഷൻ എടുക്കുകയും എല്ലാവർക്കും നല്ലൊരു അസറ്റ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു, വെൽക്കം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവരും ഹാപ്പി അല്ലേ? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ ആയിട്ടിരിക്കുന്നു, സൂപ്പർ. നമുക്ക് ബുക്ക് റിവ്യൂവിലൂടെ നല്ല രീതിയിൽ അറിവ് സമ്മാനിച്ച പോസിറ്റീവ് കമ്മ്യൂണിറ്റി തൃശ്ശൂർ ചാപ്റ്ററുടെ ഭാരവാഹികൾക്ക് ഞാൻ അതിന്റെ നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തൊരു ഗോള് നേടിയാലാണ് നിങ്ങൾ വളരെ അധികം ഹാപ്പി ആവുക? കുറച്ച് ഗോൾസ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് പറയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിലിടാം. എന്തൊക്കെ നേടുമ്പോഴാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നത്? സമ്പത്ത്. വെരി ഗുഡ്. വെൽത്ത് നേടുമ്പോ. ഓക്കെ. നല്ല ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയോ? വെൽത്ത് ഒക്കെ ആവുമ്പോ എത്ര വെൽത്ത് നേടുമ്പോഴാണ് നിങ്ങൾ വളരെ ഹാപ്പി ആവുന്നത്? ഒരു ബില്യനെയർ ആകുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. വെരി ഗുഡ് സർ, വെരി ഗുഡ്. ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോ ഒരു സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടിയാൽ അതാണ് എന്റെ ഒരു ഡ്രീം. ഒരു സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടുക. ഗ്രേറ്റ് സർ, ഗ്രേറ്റ്. അതെ. ഫാമിലി സന്തോഷം, സമാധാനം ഉണ്ടായി. ഓക്കെ. ഹാപ്പിനെസ് എല്ലാറ്റിലും നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം. നമ്മൾ ഏത് വർഷമാണ് ഇതൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ വെൽത്ത്, അല്ലെങ്കിൽ ഒരു നല്ല ട്രെയിനർ, ഒരു ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു ട്രെയിനർ ആവണം. അത് ഏത് വർഷമാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടൊന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുവോ? 2024 കുറെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ. പിന്നെ മക്കളുടെ പഠനം, കരിയർ, ജോലി, ഇതൊക്കെ നമ്മൾ 2024 എഴുതി വെച്ചിരിക്കുന്ന സൂപ്പർ ഗോളുകളാണ്. ഓക്കെ സർ, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇതൊക്കെ നേടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? നിങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവുകയാണോ, അതോ നിങ്ങൾ എന്തെങ്കിലും തടസ്സം കാണുന്നുണ്ടോ? വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ഉണ്ടാവാറുണ്ട്, മറികടക്കണം. ജമ്പ് ചെയ്ത് ചാടും, ഞങ്ങൾ അതിന്റെ മുകളിൽ അഡ്ലസി ആർന്ന പോലെ ചാടും, 1 by 1 ആയിട്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളുടെ മനസ്സാണ് അല്ലെ? നമ്മളുടെ മനസ്സിൽ നമുക്ക് ഇങ്ങനെ കുറെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരും. നമ്മളെ കൊണ്ട് അത് സാധിക്കുമോ, ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പിന്നിലോട്ട് നിൽക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബുക്കില് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന റോണ്ട ബേൺ എഴുതിയിട്ടുള്ള ദ മാജിക് എന്ന ബുക്കില് അവര് ഒരു പവർഫുൾ ടൂളിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ആ ടൂൾ ഏതാന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഉള്ളതിന് നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നോ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഉള്ളതിന് നമ്മൾ നന്ദി പറയുമ്പോൾ ഇല്ലാത്തതും നമ്മളിലേക്ക് വരും. കാരണം നമ്മുടെ മനസ്സ് സ്വീകരിക്കാൻ യോഗ്യത ഉള്ള മനസ്സായി മാറും. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്.
അപ്പൊ ഞാൻ എന്റെ പവർ പോയിന്റ് ഒന്ന് ഷെയർ ചെയ്യാം. സോ വെൽക്കം ഓൾ ഓഫ് യു. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള 3ാമത്തെ ബുക്കാണ് ദ മാജിക്. അപ്പൊ ഈ വ്യക്തിയെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇവരെ പേരെന്താണ്? നിക്ക് വിജോസിക്. അപ്പൊ അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് കൈയില്ല, കാലില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരൻസ് വളരെ സാധാരണ ഒരു കുട്ടിയായിട്ടാണ് അദ്ദേഹത്തെ വളർത്തിയത്. അദ്ദേഹം ഒരു ഹാൻഡിക്രാഫ്റ്റ് ആണ് എന്നുള്ള ഒരു ഫീലിങ്സ് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ സ്കൂളിൽ ചേർത്തപ്പോ അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് താൻ എല്ലാ കുട്ടികളെയും പോലെയല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന്. അങ്ങനെ സ്കൂളിൽ കുറച്ച് വർഷങ്ങളൊക്കെ പോയപ്പം എല്ലാവരും ഇങ്ങനെ കളിയാക്കിയൊക്കെ തുടങ്ങിയപ്പം അദ്ദേഹം ഭയങ്കര ഡിപ്രസ്ഡ് ആയി. അങ്ങനെ 10ാമത്തെ വയസ്സിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ അച്ഛൻ കാണുകയും അദ്ദേഹമാണ് ഇവരെ ആ സൂയിസൈഡിൽ നിന്ന് രക്ഷിച്ചത്. അപ്പൊ അദ്ദേഹം നിക്കിന്റെ അച്ഛൻ നിക്കിനോട് ചോദിക്കുന്ന 2 ചോദ്യമുണ്ട്. നിന്റെ മുന്നിൽ നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിനക്ക് നിന്റെ കുറവുകളെ നോക്കി നിനക്ക് കൈകളില്ല, കാലുകളില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കാം. 2ാമതൊരു ഓപ്ഷൻ നിനക്കുണ്ട്. നിനക്കുള്ള സ്കിൽസ്, നിനക്കുള്ള കഴിവുകളെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊണ്ട് അത് എങ്ങനെ മികച്ചതാക്കാം എന്ന് നോക്കി മുന്നോട്ട് പോവാം. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അച്ഛൻ ചോദിച്ച ഈ ചോദ്യം അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റിക്കളഞ്ഞു. അതിനുശേഷം നിക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാണ് ചെയ്തത്. ശരിക്കും അദ്ദേഹം ഒന്ന് ആലോചിച്ചു, കുറെ കുറവുകളൊക്കെ ഉണ്ട്, എന്നാൽ പോലും അദ്ദേഹത്തിന് നല്ല സൗണ്ട് ഉണ്ട്, നല്ല ഫാമിലി ഉണ്ട്, നല്ല ശരീരമുണ്ട്, ഇങ്ങനെ കുറെ കഴിവുകളും ഉണ്ട്. എന്തുകൊണ്ട് തനിക്ക് അതിൽ ശ്രദ്ധിച്ചുകൂടാ? അങ്ങനെ സാധാരണ ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവനും ചെയ്യാൻ തുടങ്ങി. ഇന്ന് സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നതിലേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അപ്പം ഇപ്പൊ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ലോകം മുഴുവൻ കാത്തു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് എന്താണ് എക്സ്ക്യൂസ് ഉള്ളത്? നമ്മളും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറില്ലേ? നമ്മൾ കൂടുതലായിട്ടും നമ്മളുടെ കുറവുകളെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്? നമുക്ക് നല്ല ജോലി ഇല്ല, നമുക്ക് ആഗ്രഹിച്ചത്ര പണമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പല സമയങ്ങളിലും അങ്ങനെ ചിന്തകളൊക്കെ വരും. അപ്പൊ നമ്മൾ ഈ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇന്ന് മുതൽ നമ്മളുടെ ചിന്ത നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റണം. നമുക്ക് ഇപ്പോ എന്താണുള്ളത്, ഇപ്പൊ അത് ഒരു സാധാരണ ജോലി ആയിരിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് പണമുള്ളെങ്കിൽ പോലും നമ്മൾ ഉള്ളതിന് നന്ദി പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ആഗ്രഹം, എന്തൊക്കെ നമുക്ക് ലൈഫിൽ നേടണം, അതൊക്കെ നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് ഈ ബുക്കിലൂടെ റോണ്ട ബേൺ പറയുന്നത്. അപ്പൊ കുട്ടിയായിരുന്നപ്പോ നമ്മളെ ലൈഫ് കുറച്ചും കൂടെ രസകരമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കുട്ടിയായിരുന്നപ്പോ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആയിരുന്നോ, അതോ ഇപ്പോഴാണോ കൂടുതൽ ഹാപ്പി? കുട്ടിക്കാലമാണ് മനോഹരം. അതെ അതെ അതെ. ആ സമയത്ത് നമുക്ക് ടെൻഷൻ, കുട്ടിയായിരുന്നപ്പോ നമുക്ക് ടെൻഷനൊന്നുമില്ല, നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരുന്നു അല്ലേ? പക്ഷെ നമ്മൾ വലുതായപ്പോൾ നമുക്ക് കുറെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ കുറെ സ്ട്രെസ് ഒക്കെ വന്നപ്പോ നമ്മൾ നമുക്ക് പണ്ടത്തെ പോലെ ഒരു ഉന്മേഷം കുറവ് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ ശരിക്കും നമ്മൾ ആലോചിച്ചാൽ ഇപ്പോഴത്തെ ലൈഫാണ് കൂടുതൽ അത്ഭുതകരമായിട്ടുള്ളത്. ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്.
those who don't believe in magic will never find it. മാജിക്കിൽ വിശ്വാസമില്ലാത്തവർക്ക് അത് ഒരിക്കലും ലഭിക്കില്ല. അപ്പൊ നമ്മുടെ ലൈഫ് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ, ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ മാജിക്കൽ റിസൾട്ട് വരും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കതിൽ പൂർണ്ണമായിട്ട് വിശ്വാസം വേണം. അപ്പൊ ഈ ബുക്ക് എന്ന് പറയുന്നത് നമ്മള് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇതൊരു പരിശീലനമാണ്. ഇത് നമ്മൾ ശരിക്കും ഒരു ടിപ്സോ അല്ലെങ്കിൽ എന്താണ് നമ്മളിങ്ങനെ വെറുതെ ചെയ്യാനുള്ള കുറെ എക്സസൈസ് മാത്രമല്ല, ഇത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം. ഇത് ഈ ബുക്കിലെ ആക്ടിവിറ്റീസ്, ഇതിൽ 28 ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം മാജിക്കലായിട്ട് ചേഞ്ച് ആവും. അപ്പൊ എത്ര പേരാണ് ഈ ബുക്കിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? Yes. ഓക്കെ. Yes. അപ്പൊ ബൈബിളിൽ പറയുന്നത് ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, അത് സമൃദ്ധിയായി നൽകപ്പെടും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. അപ്പൊ നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലെ, പണക്കാര് കൂടുതൽ പണക്കാരായിട്ട് ഇങ്ങനെ പോവാണ്. പാവപ്പെട്ടവരാണെങ്കിലോ അവർക്ക് ഉള്ളതും കൂടെ കുറഞ്ഞു വരികയാണ് അല്ലെ. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? യെസ് മാം. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര് അവരെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ചരിത്രത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഗാന്ധിജി, അബ്രഹാം ലിങ്കൺ, മാർട്ടിൻ ലൂതർ കിങ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഷേക്സ്പിയർ, മദർ തെരേസ, ന്യൂട്ടൺ, ദലൈലാമ, ഇവരൊക്കെ ജീവിതത്തിൽ വിജയം കൈവരിച്ചത് അവരെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരുന്നു എന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ തോന്നാം, നമ്മള് എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? അപ്പൊ അറിവ് ഒരു നിധിയാണ്, എന്നാൽ പരിശീലനമാണ് അതിന്റെ താക്കോൽ. അപ്പൊ നമ്മളെല്ലാരും കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? നമുക്ക് ലൈഫില് മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് വരണമെങ്കിൽ നമ്മളത് പരിശീലിക്കണം. അപ്പൊ ഇതിൽ 28 ദിവസത്തെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. നമ്മൾ എന്തൊരു ചെറിയ കാര്യമുണ്ടെങ്കിലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഒരു ശീലമാക്കണം. സാധാരണയായിട്ട് നമ്മൾ എന്താണ് വലിയ വലിയ കാര്യങ്ങൾ നേടുമ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ അതും നമുക്ക് എന്താണ്, അത് നമുക്ക് വെറുതെ കിട്ടുന്നതല്ല, അതിനും നമ്മൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കണം. അപ്പൊ നമ്മുടെ ലൈഫില് മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് വരണമെങ്കിൽ നമുക്ക് ഈ 28 ഡേയ്സിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ നോക്കാം. അപ്പൊ ശരിക്കും ഞാൻ എല്ലാ ആക്ടിവിറ്റീസും പറയുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് ആക്ടിവിറ്റീസേ പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഏരിയാസ് ഏതൊക്കെയാ? ഹെൽത്ത്, കരിയർ, മണി, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഡിസയർസ്, മെറ്റീരിയൽ തിങ്സ്. അപ്പൊ ഈ 28 ദിവസത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഏരിയാസിലൊക്കെ നമുക്ക് ഭയങ്കരമായ ചേഞ്ച് വരും. അപ്പൊ ഒരു ദിവസം 8400 സെക്കൻഡ്സ് ആണുള്ളത്. 8400 സെക്കൻഡ്സ് ഒരു ദിവസം ഉള്ളത്. അതിൽ എത്ര സമയമാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്? എത്ര സെക്കൻഡ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്? ഓരോ സിറ്റുവേഷനിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുള്ളൂ, എപ്പോഴും പറയുന്നില്ലല്ലോ. ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അങ്ങനെ പറയുന്നു എന്നല്ലാതെ. അതെ. പക്ഷെ അങ്ങനെയല്ല. രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, പിന്നെ കിടക്കാൻ നേരത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. വെരി ഗുഡ് സർ. അത് തന്നെ വലിയൊരു കാര്യമാണ്. Should have always the attitude of gratitude. എന്താ സർ? Always you have to tell gratitude. Yes. Should have the attitude of gratitude.
യെസ് 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 താങ്ക് യു സോ മച്ച് സർ. യെസ്. ഒരു ദിവസം 8400 സെക്കൻഡ് ആണോ 86,400 സെക്കൻഡ് ആണോ? 400 അല്ലേ? 86,400 സെക്കൻഡ് 86,000. ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ അയക്കാം. 4,000. യെസ്. അപ്പൊ ഫസ്റ്റ് ഡേയിലെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നാം ഇന്നത്തെ പൊസിഷനിൽ നമ്മൾ എത്തിയത് നമ്മളുടെ കഴിവ് കൊണ്ട് മാത്രമാണ്, പിന്നെ നമ്മൾ ആരെടുത്താണ് നന്ദി പറയേണ്ടത്? പക്ഷെ അങ്ങനെയാണോ? ഇന്നത്തെ നിലയിൽ നമ്മൾ എത്താൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരില്ലേ? നമ്മളുടെ കഴിവ് കൊണ്ട് മാത്രമാണോ നമ്മൾ ഇന്നത്തെ ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത്? അല്ല. നമുക്ക് ഓക്കെ, യെസ് യെസ്. അപ്പൊ നമ്മൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ പാരന്റ്സിന് നമ്മൾ നന്ദി പറയണം. അതുപോലെ നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ റിലേറ്റീവ്സ്, പിന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാനുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ വിഷയങ്ങൾ എടുക്കാം നന്ദി പറയാന്? നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ പണം, ബന്ധങ്ങൾക്ക്, നമ്മളെ ഇഷ്ടങ്ങൾക്ക്, സന്തോഷം, സ്നേഹം, ജീവിതം, അതുപോലെ തന്നെ പ്രകൃതി, നമുക്ക് എന്താണ് ഭൂമിയോട് നമുക്ക് നന്ദി പറയാം. വായു ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അതുപോലെ വെള്ളം, സൂര്യൻ, ഭൗതിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, അപ്പൊ ഇതിനോടൊക്കെ നമുക്ക് നന്ദി പറയാം. അപ്പൊ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം 10 എഴുതണം. പിറ്റേ ദിവസം എഴുതുമ്പോൾ അതന്നെ അല്ല എഴുതേണ്ടത്, നമ്മൾ വേറെ വ്യത്യസ്തമായിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ 28 ദിവസം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് എഴുതേണ്ടത്. അപ്പൊ ഇത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ 250. യെസ് യെസ്. അപ്പൊ നമുക്ക് എത്രയാണ് 28 ദിവസം ആകുമ്പോൾ 250 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതണം. അത് നമ്മൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ്. അത് നമ്മൾ 28 ദിവസം കണ്ടിന്യൂ ചെയ്യും വേണം. അപ്പൊ ഓരോ കാരണങ്ങൾ നമുക്ക് എന്താണ് ഫാമിലിയോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. എന്തൊക്കെ നമുക്ക് ഇതുണ്ട്, നമ്മൾ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, അതിനൊക്കെ നമുക്ക് നന്ദി പറയാം. അത് എഴുതി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളത് വായിക്കും വേണം. ആദ്യം നമ്മൾ 10 എഴുതിയിട്ട് നമ്മളത് വായിച്ചിട്ട് ഓരോന്നിനും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് 3 പ്രാവശ്യം പറയണം. When I started counting my blessings, my whole life turned around. അപ്പൊ വില്ലി നെൽസന്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. അദ്ദേഹം ഇതൊരു ശീലമാക്കിയപ്പോ അദ്ദേഹത്തിന്റെ ലൈഫ് മൊത്തത്തിൽ മാറി എന്നാണ് പറയുന്നത്. രണ്ടാമത് ഒരു മാന്ത്രിക പ്രഭാതാണ്. നമ്മള് രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ ഒരു എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ആയിട്ട് വരുമ്പോ നമ്മൾ ആ ഡേ നല്ല രീതിയിലാണ് പോവുക. അന്ന് എണീറ്റത് മുതല്, നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റത് മുതല് നമ്മൾ ജോലിക്ക് പോവാൻ റെഡി ആവുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് നന്ദി പറയാനുണ്ടാവുക, അതിനൊക്കെ നമ്മൾ നന്ദി പറയണം. അതാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഞാൻ ആ ഓർഡറിലല്ല പറയുന്നത്, ബുക്കിലുള്ള ഒരു ഓർഡറിലല്ല പറയുന്നത്, ഞാൻ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മാന്ത്രിക പ്രഭാതത്തില് നമ്മൾ എണീറ്റത് മുതല് നമ്മൾ ജോലിക്ക് പോവാൻ ഷൂ അല്ലെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ട് ഒരുങ്ങുന്നത് വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ തൊടുന്നുണ്ട്, അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് സ്നേഹിക്കാനും ആനന്ദിക്കാനും ചിന്തിക്കാനുമായി ജീവനോടെ ഇരിക്കുന്നു എന്ന ആനുകൂല്യത്തെ കുറിച്ച്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ചിന്തിക്കാനും ജീവനോടെ ഇരിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താണ് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിച്ചതിന് നന്ദി പറയാം. അതുപോലെ നമ്മൾ ഉപയോഗിച്ച ബെഡിന്, കട്ടിലിന് നമുക്ക് നന്ദി പറയാം.
അതിലുപരി ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ കഴിഞ്ഞതിന് നന്ദി പറയണം. യെസ് 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 താങ്ക് യു സർ. യെസ്. പിന്നെ നമ്മള് എന്താണ് ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷിന്, അതുപോലെ നമ്മള് ടാപ്പ്, നമ്മള് ബാത്റൂമിലൊക്കെ പോയിട്ട് ടാപ്പ് തുറക്കുമ്പോൾ നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്ഥിതി? അപ്പൊ നമുക്ക് ആ ശുദ്ധജലം കിട്ടുന്നതിന് നമുക്ക് നന്ദി പറയാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ അന്ന് എന്തൊക്കെയോ ഉപയോഗിക്കുന്നോ അതിനൊക്കെ നമ്മൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കണം. അതുപോലെ ലേഡീസ് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മൾ ഓവൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാറ്റിനും നമുക്ക് നന്ദി പറയാം. അവർ മാന്ത്രിക പ്രഭാതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എണീറ്റത് മുതൽ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ നന്ദി പറയണം. മൂന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാന്ത്രിക കല്ലാണ്. അപ്പൊ ഇത് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസവും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? സതീഷ് സാറ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ് സർ. ഒരെണ്ണം എപ്പോഴും ഒരു ബാഗില് കൊണ്ട് നടക്കുന്നുണ്ട്. വീട്ടിലൊന്ന്, ഓഫീസിലൊന്ന്, 2 ഉണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. അപ്പൊ മാന്ത്രിക കല്ല് കയ്യിലുണ്ട്, കയ്യില്. യെസ് 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 യെസ്. എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. വളരെ നല്ലത്. അപ്പൊ ഇതില് ലീ ബ്രോവർ ഇതില് ഈ സീക്രട്ട് എന്ന ബുക്കില് ഈ മാന്ത്രിക കല്ലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതില് മരണാസന്നനായ ഒരു കുട്ടിയുടെ പിതാവ്, ആ കുട്ടി ഇങ്ങനെ ഭയങ്കര കിടപ്പിലായിട്ട് ഇരിക്കുമ്പോ അവര് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആ പിതാവിനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ കല്ല് ഉപയോഗിച്ചിട്ടാണ് ആ കുട്ടിയുടെ പിതാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ ലീ ബ്രോവർ ഈ സീക്രട്ട് എന്ന ബുക്കില് ഈ മാന്ത്രിക കല്ലിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതില് നമ്മളിങ്ങനെ നല്ല മിനുസമുള്ള ഒരു കല്ലാണ് സംഘടിപ്പിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന കുഞ്ഞു കല്ല് മതി. ഇങ്ങനെ ഒരു ചെറിയ കല്ല് നമ്മൾ എല്ലാവരും എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ കട്ടിലിന് അടുത്തായിട്ടാണ് വെക്കേണ്ടത്. നമ്മൾ കിടക്കാൻ പോകുന്നതിന്റെ കട്ടിലിന് അടുത്തായിട്ട് നമ്മൾ വെക്കണം. എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കല്ലിങ്ങനെ കൈന് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അന്ന് രാവിലെ മുതൽ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. കൈന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ രാവിലെ മുതൽ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞാൽ ഈ കല്ല് നമ്മള് കയ്യിൽ പിടിച്ചിട്ട് രാവിലെ മുതൽ രാത്രി വരെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ ഓർക്കുമ്പോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകും. അതിൽ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഏതിനാണ് നമുക്ക് തോന്നുന്നത് അതിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്താണ് കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മൾ ഈ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കുറെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കൂടുതൽ അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വരും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കല്ല് സംഘടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു ശീലമാക്കുക. 4ാമത്തത് ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാന്ത്രിക ദിനം. 4ാമത്തത് മാന്ത്രിക ദിനാണ്. അപ്പം നമ്മൾ ശരിക്കും രാവിലെ എണീറ്റ് വരുമ്പം ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു നെഗറ്റിവിറ്റി വരാം. പക്ഷെ നമ്മൾ ഈ മാന്ത്രിക ദിനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ദിവസം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. രാവിലെ തന്നെ നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. ഇതിൽ നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അപ്പൊ അതിലെന്താണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മളിപ്പം കുക്കിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നത്, അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ തന്നെ എഴുതി വെക്കണം. നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്, ഓഫീസിൽ പോകുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ട് അതിന് നമ്മൾ ആ കാര്യം നടന്നതായിട്ട് സങ്കല്പിച്ചിട്ട് അതിന് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമ്മൾ നേരത്തെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നുള്ളതാണ്.
അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആ കാര്യം സാധിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഇപ്പൊ മാതൃക ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിന് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യം നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണിത്. അപ്പൊ ഞാൻ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പൊ എനിക്കത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കാറുണ്ട്. മാന്ത്രിക ബന്ധങ്ങൾ 5-ാം ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാന്ത്രിക ബന്ധങ്ങളാണ്. അപ്പം നമ്മളൊരു ഐലൻഡില് പെടുകയാണെന്ന് വിചാരിച്ചാല് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു അവസ്ഥ വരാം അല്ലെ? നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഐലൻഡില് പോയി പെട്ടു എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമോ? നമ്മള് ഒരു ചിത്രം വരയ്ക്കുന്നത് ആരും കാണാനില്ലെങ്കിൽ നമുക്കത് വരയ്ക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? യെസ് യെസ്. നമ്മൾ നല്ല പാട്ട് പാടുന്നുണ്ടെങ്കിൽ ആരും കേൾക്കാനില്ല, നമ്മളൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമുക്ക് പാടാനൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ ജീവിതം അർത്ഥപൂർണമാക്കുന്നത് നമ്മുടെ നല്ല ബന്ധങ്ങളാണ്. അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. നമ്മുടെ ലൈഫിൽ അപ്പോ നല്ല പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നല്ല ബന്ധങ്ങൾ. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള 3 വ്യക്തികളുടെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം. നമുക്ക് ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള 3 ആൾക്കാരുടെ ഫോട്ടോ നമ്മൾ സംഘടിപ്പിക്കണം. എന്നിട്ട് നമ്മളതൊരു ബുക്കിൽ ഒട്ടിക്കണം. എന്നിട്ട് ഓരോ വ്യക്തികളെ ഫോട്ടോയുടെ അടുത്തായിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയാനുള്ള 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കണം. അവരുടെ അടുത്ത് നമുക്ക് പറയാനുള്ള 5 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് ദിവസത്തിൽ 1 or 2 പ്രാവശ്യം ഇതെടുത്ത് വായിക്കണം. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കുറെ അവരെ പറ്റി ആലോചിക്കുമ്പോൾ കുറെ പരാതികളാണ് നമുക്ക് വരിക. ആദ്യം നമ്മളെ മനസ്സിലോട്ട് ഓടി വരുന്നത് അവരുടെ കുറവുകളോ അല്ലെങ്കിൽ അവർ നമ്മൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ആയിരിക്കാം. അങ്ങനെ ഉണ്ടാവാറുണ്ടോ? നമ്മൾ റിലേറ്റീവ്സിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ അവര് നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങളാണോ നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മ വരുന്നത്? വരും, വിഷമിപ്പിച്ചതും വരും, സന്തോഷമുള്ളതും വരും. യെസ് സർ. ആദ്യം ഓർമ്മ വരുന്ന വിഷമിപ്പിച്ച കാര്യങ്ങൾ. യെസ് യെസ്, അതെ. നമുക്ക് കൂടുതലായിട്ടും ഓർമ്മ വരുന്നത് അവർ വിഷമിപ്പിച്ചതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരിക്കാം. അപ്പൊ ഇത് മാറ്റാനുള്ള ഒരു ആക്ടിവിറ്റിയാണത്. നമ്മൾ 3 ആൾക്കാരെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അവർക്ക് പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക എന്നുള്ളത്, 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അവരുടെ പോസിറ്റീവ് കാര്യങ്ങളാണ് ഓർമ്മ വരിക. അപ്പം ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ളൊരു നല്ലൊരു ടെക്നിക്കാണിത്. അപ്പൊ നമ്മളെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഉള്ളൊരു റിലേഷൻഷിപ്പ് ഇപ്പോ കുറച്ചൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് ഭാവിയിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. 6ാമത്തെ ദിവസത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാന്ത്രിക ആരോഗ്യം. ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ആരോഗ്യം നമ്മൾ നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വേറെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖം വരുമ്പോ, ജലദോഷമോ അല്ലെങ്കിൽ പനിയോ വരുമ്പോ നമ്മൾ ആകെ ഒന്ന് വിഷമത്തിലാവും അല്ലേ? ചെറിയ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ തന്നെ നമ്മൾ എപ്പോഴും നമ്മളെ ചിന്ത ഈ അസുഖത്തെ കുറിച്ചായിരിക്കും. ശരിക്കും പറഞ്ഞാല് നമുക്ക് ഈ അസുഖം വരുമ്പോഴാണ് നമ്മളുടെ നല്ല ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ നല്ല ആരോഗ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ ആരോഗ്യത്തിന് നന്ദി പറയുന്നില്ല.
അപ്പൊ നമ്മളുടെ ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ആരോഗ്യം നൽകിയ സമ്മാനമാണ് എന്റെ ജീവിതം എന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ആരോഗ്യം നൽകിയ സമ്മാനമാണ് എന്റെ ജീവിതം. അപ്പൊ ഇതിങ്ങനെ എഴുതിയിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത്, നമ്മൾ എപ്പോഴും കാണുന്ന റൂമിലോ അല്ലെങ്കിൽ ഓഫീസിലോ നമുക്ക് ഒട്ടിച്ചു വെക്കാം. ഇങ്ങനെ ഇത് കാണുമ്പോൾ നമ്മൾ നമ്മളെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എന്താ കൈ ഉണ്ട്, അതുപോലെ തന്നെ ആരോഗ്യമുള്ള കാലുകളുണ്ട്, നമ്മളെ കണ്ണുകൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചു നേരം നമ്മൾ കണ്ണൊന്ന് കെട്ടി വെക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം എന്താണ് കണ്ണ് കാണാതെ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാല് അത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എല്ലാം നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ണ് കെട്ടിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. യെസ്. അപ്പൊ നമ്മള് നമുക്ക് കണ്ണിന് എന്തെങ്കിലും അസുഖം വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ കണ്ണിന്റെ വില മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ. നമ്മൾ അതിനൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. The greatest wealth is health. 7ാമത്തെ ദിവസത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് മാന്ത്രിക പണമാണ്. അപ്പൊ അധികം ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ പണം ഉണ്ടാക്കണം എന്നാണ് എല്ലാവരുടെ ഒരു ആഗ്രഹം, അല്ലേ? പണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പക്ഷെ നമ്മൾ പണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തൊരു ഫീലിംഗ് ആണ് വരുന്നത്? സന്തോഷമാണോ അതോ വിഷമമാണോ? പണം സന്തോഷമല്ലേ തരും. പണം സന്തോഷം. സന്തോഷമാണോ തരുന്നത്? ഓക്കെ. യെസ്, എന്താണ് സർ? പണം പോകുമ്പോൾ വിഷമം വരും, കയ്യിൽ നിന്ന് യെസ്, അതെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ പണത്തെ കുറിച്ച് വിഷമത്തോടെയോ അല്ലെങ്കിൽ എന്താണ് അത് ഭയത്തോടെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിലോട്ട് പണം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും നമുക്കുള്ള പണത്തിന് നന്ദി രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല, നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാം പണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലിങ്സ് വരാം. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ അവെയർ ആകുക, നമ്മുടെ ആ ഒരു ഫീലിങ്സ് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്, നമുക്കൊരു 2 ലക്ഷം അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വേണം. അപ്പൊ നമുക്ക് അത് ഏത് മാസമാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ഈ ചെക്കിൽ എഴുതുക. അപ്പൊ ഈ ഒരു ചെക്ക് നമുക്ക് ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടും, നമ്മുടെ സീക്രട്ടിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതില് ഏത് മാസമാണ് നമുക്ക് ആ ഒരു എമൗണ്ട് വേണ്ടത്, അതുപോലെ നമ്മൾ നമ്മളുടെ പേര് എഴുതുക, ഏത് മാസമാണ് വേണ്ടത്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് വേണ്ടത്, ഇത് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് നമ്മളത് ഓൾറെഡി നമുക്കത് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫീലിങ്സോട് കൂടി ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ക്ലാരിറ്റി വേണം, നമ്മൾ ഈ പണം കിട്ടിക്കഴിഞ്ഞാല് എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പണം നമ്മളിലോട്ട് വരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഇങ്ങനെ പണം അട്രാക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പേരെ സ്റ്റോറി ഈ സീക്രട്ട് എന്നുള്ള ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്താണ്, ചെറിയ എമൗണ്ട് വെച്ചിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് കൂട്ടിയെടുക്കാം, നമുക്ക് എമൗണ്ട് കൂട്ടി എഴുതി വെക്കാം, എന്നിട്ട് നമുക്ക് അതും നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ അടുത്ത ദിവസം ആക്ടിവിറ്റിയാണ് ധനകാന്തം. നമുക്കിങ്ങനെ ബില്ല് വരുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ് ശരിക്കും, അല്ലേ? നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ ഗ്യാസിന്റെ ബില്ലൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നിങ്ങൾക്ക് എന്താണ് ബില്ലുകൾ വരുമ്പോൾ തോന്നാറുള്ളത്? സന്തോഷാണോ അതോ വിഷമാണോ? ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കിട്ടും ഭയങ്കര സന്തോഷാ. യെസ്, അതെ, സന്തോഷം സാറിൽ കാണുന്നുണ്ട്. യെസ്.
അപ്പൊ ശരിക്കും നമ്മള് സന്തോഷിക്കാണ് വേണ്ടത്. ഇപ്പൊ നമ്മള് ആ ഒരു കറണ്ട് ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്കൊരു കുറച്ചൊരു എമൗണ്ട് വരുന്നുണ്ട്, ഒരു 4000 രൂപ 5000 രൂപ ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ആ ഒരു എമൗണ്ട് പേ ചെയ്താൽ നമുക്ക് ഇപ്പം അനുഭവിക്കുന്ന ഈ ഒരു സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുമോ? നമുക്ക് കറണ്ട് കൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഞാൻ നമുക്ക് പണ്ട് ഓരോ ബില്ല് വരുമ്പോൾ ഞാൻ ഓർക്കുന്നു മണ്ണെണ്ണ വിളക്കിന് മുമ്പ് ഇരുന്ന് പണ്ട് പഠിച്ച അതിനെ കുറിച്ച് ഓർക്കും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. ബില്ല് വന്നാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഗ്രേറ്റ് സർ. യെസ് യെസ് യെസ്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മള് എന്താണ് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് ആ ഒരു പണം അടയ്ക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് തോന്നേണ്ടത്. അടുത്ത ദിവസം ആക്ടിവിറ്റിയാണ് മാതൃക ചേരുവ. നിങ്ങൾ എത്ര പേരാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ നന്ദി രേഖപ്പെടുത്താറുള്ളത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ടും അത് കഴിഞ്ഞിട്ടും നിങ്ങൾ നന്ദി പറയാറുണ്ടോ? യെസ് യെസ്. ഒന്ന് ഇങ്ങനെ ചിന്തിക്കും, പ്രാർത്ഥിക്കും, തുടങ്ങും. ഓക്കെ സർ, ഗ്രേറ്റ്. പക്ഷെ ഇത് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പം അതൊരു എന്താണ് നമുക്ക് വിട്ടുപോയ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ ചില രാജ്യങ്ങളൊക്കെ അത് വളരെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അവര് ശരിക്കും കുറച്ചു നേരം ഇരുന്നിട്ടൊന്ന് പ്രാർത്ഥിക്കും. ഞാൻ അബുദാബിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞു തുടങ്ങണം എന്ന് പറയുന്നുണ്ട്. എന്താ സർ? ബിസ്മി തുടങ്ങാന്നല്ലേ? അപ്പൊ ഇത് നമ്മൾ ശീലമാക്കി മാറ്റണം. വ്യത്യസ്തത സൃഷ്ടിച്ച മാന്ത്രിക മനുഷ്യർ. നമ്മുടെ ലൈഫില് നമ്മളെ വളരെയേറെ സ്വാധീനിച്ച കുറെ വ്യക്തികൾ ഉണ്ടാവാം. നമ്മളെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയ വ്യക്തികൾ ഉണ്ടാവാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ആരെങ്കിലും നിങ്ങളെ വളരെയേറെ സഹായിച്ച അല്ലെങ്കിൽ നിങ്ങളെ വളരെയേറെ സപ്പോർട്ട് ചെയ്ത ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടുണ്ട്. അധ്യാപകര്, യെസ് യെസ് യെസ്. സുഹൃത്തുക്കളും. സപ്പോർട്ട് ചെയ്യാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് വേണം. യെസ് യെസ് യെസ്. പക്ഷെ നമ്മൾ ചിലപ്പോഴും എന്താ മാഡം പറയൂ. സ്വാധീനിച്ച ആൾക്കാര്, ഇൻഫ്ലുവൻസ് ചെലുത്തിയ. യെസ് യെസ് യെസ്. അപ്പൊ പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോഴൊക്കെ അവരുടെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. കുറെ കഴിഞ്ഞിട്ടാണ് അവര് നമുക്ക് ചെയ്ത ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ഓർക്കുന്നത്. അപ്പൊ എന്റെ ലൈഫിലാണെങ്കിലും ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻ ഒരു BHSCയിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറി. അപ്പൊ എനിക്ക് ഇങ്ങനെ PG ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അധികം എന്നെ കാണുമ്പോ എന്റെ ഒരു ടീച്ചർ, എന്റെ ഒരു സീനിയർ ആയിട്ടുള്ള ടീച്ചർ റഹീന ടീച്ചർ എന്റെ അടുത്ത് പറയും, റബീന നീ PG ചെയ്യണം എന്നൊക്കെ. അപ്പൊ എനിക്ക് മോനുണ്ട്, പിന്നെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ പോകുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ടീച്ചർ എന്റെ അടുത്ത് കാണുമ്പോൾ ഇതിങ്ങനെ ഓർമ്മിപ്പിക്കും. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ശരിയാ, ഒന്ന് പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പൊ ഞാനിങ്ങനെ എൻട്രൻസിനൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. പക്ഷെ ടീച്ചർ എന്നെ കാണുമ്പോ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ശ്രമിക്കാന്ന് വിചാരിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ എൻട്രൻസിന് പഠിച്ചു. അപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് അന്ന് മെറിറ്റിൽ സീറ്റ് ഉള്ളൂ. അപ്പൊ അവിടെ ഒരു 9 സീറ്റേ ഉള്ളൂ. എന്നാലും ഞാൻ ഈ ടീച്ചർ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നല്ലേ, മാഡം ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് ശ്രമിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് എൻട്രൻസ് ഒക്കെ എഴുതി. ശരിക്കും ഭയങ്കര അത്ഭുതകരമായിട്ട് എനിക്ക് 5ാമത്തെ റാങ്കും കിട്ടി. അപ്പൊ ശരിക്കും ഞാനൊന്ന് ശ്രമിച്ചിട്ടില്ലായിരുന്നെങ്കിലോ? അപ്പൊ അങ്ങനെ നമ്മളെ ലൈഫിൽ കുറെ വ്യക്തികൾ ഉണ്ടാവാം. നമ്മളൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാര്. അപ്പം നമ്മൾ അവരുടെ അടുത്തും ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. അങ്ങനത്തെ വ്യക്തികളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പൊ ഇതിൽ പറയുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സ്വാധീനിച്ച, നമ്മളെ സപ്പോർട്ട് ചെയ്ത
3 ആൾക്കാരുടെ ഫോട്ടോ നമ്മൾ എടുക്കണം. എന്നിട്ട് ഓരോ വ്യക്തികളോടത്തും അവരുടെ അടുത്ത് നമുക്ക് എന്താണ് പറയാനുള്ളത്, അവർ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിച്ചത്, എങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്, അത് നമ്മളിങ്ങനെ ഉറക്കെ ഒരു റൂമിലിരുന്നിട്ട് ഉറക്കെ പറയണം എന്നാണ്. 3 ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ട് ഒരു ബുക്കിൽ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ഓരോ വ്യക്തികളടുത്തും അവര് നമ്മളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്, എങ്ങനെയാണ് നമ്മളൊരു മാറ്റം വരുത്തിയത് എന്ന് നമ്മള് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഉറക്കെ പറയണം എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളിൽ ഭയങ്കര ഒരു ചേഞ്ച് വരുത്തും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെ? അപ്പോഴല്ല നമ്മള് പഴയ കാര്യങ്ങളും നമ്മള് ഒറ്റയ്ക്കല്ല ഈ ഒരു നിലയിൽ എത്തിയത് എന്നൊക്കെ ഒന്ന് ഓർക്കുന്നത്. അടുത്തൊരു ആക്ടിവിറ്റിയാണ് മാന്ത്രിക ചുവട്. അപ്പം നോബൽ സമ്മാന ജേതാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റിയാണ് മാന്ത്രിക ചുവട്. അപ്പോ അദ്ദേഹം ഓരോ ദിവസവും 100ഉം 200ഉം തവണ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമായിരുന്നു. അപ്പൊ ഈ മാന്ത്രിക ചുവടിൽ നമ്മൾ ചെയ്യേണ്ട വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ചു നേരം ഒരു 100 ചുവടുകൾ ഒരു ദിവസം വെക്കുക എന്നുള്ളതാണ്. ആ ചുവട് വെക്കുമ്പോ ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ നന്ദി പറയണം. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ എന്താണ് ഓഫീസിൽ പോകുമ്പോ അല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുമ്പോ ഏത് സമയത്തും നമുക്കിത് പറയാം. ഇപ്പൊ നമ്മൾ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലോട്ട് പോകുമ്പോ അല്ലെങ്കിൽ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോകുമ്പോ എവിടേക്ക് പോകുമ്പോഴാണെങ്കിലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ ഇതിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. അപ്പൊ നമ്മൾ ഈ എന്താണ് ഒന്ന് നടന്നു വരുമ്പോ അതില് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോ നമ്മുടെ എനർജി ലെവലും നമ്മുടെ കോൺഫിഡൻസും ഭയങ്കരമായിട്ട് മാറും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തോട്ടെ? യെസ് മാം. 100 ചുവട് വെക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്ന് പറയുന്നത് ഓരോ ചുവടിനും നന്ദി പറയുക എന്നുള്ളതാണോ? അതെ അതെ. 12ാമത്തെ ദിവസം മാന്ത്രിക കണ്ണാടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ ജോലിയോട് നമുക്ക് നന്ദി വേണം, ബന്ധങ്ങളോട് നന്ദി വേണം, ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ട വ്യക്തി ആരാണ്? നമ്മുടെ ശരീരത്തോട് തന്നെയാണ്, നമ്മുടെ രൂപത്തോട്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? നമ്മളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. പക്ഷെ നിങ്ങളത് പറയാറുണ്ടോ? ഉണ്ട്. ഗ്രേറ്റ് മാം. യെസ്. അപ്പൊ മാഡത്തിന് വളരെയേറെ ഇഷ്ടപ്പെടുന്നു. അതാണ് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് സ്മൈൽ ചെയ്ത് നമ്മൾ നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള 3 കാര്യങ്ങൾ ഒന്ന് ഓർക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള 3 കാര്യങ്ങൾ എന്താണ്? അതും കൂടെ നമുക്ക് ഇതിൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഓർക്കുമ്പോ എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഈസി ആകുന്നുണ്ട്. ഈസി ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നതിന് നന്ദി പറയാറുണ്ട്. പിന്നെ ചാലഞ്ചസിനെയൊക്കെ ഏറ്റെടുക്കാനും അതില് മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ആത്മധൈര്യത്തിന് നന്ദി. സുന്ദരമായ ഈ രൂപത്തിന് കോൺഫിഡൻസ് വളരെ നല്ലത് സർ. യെസ്. സെൻസ് ഓർഗൻസ് ഒക്കെ വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നു. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, എല്ലാത്തിനും നാം നന്ദി പറയുക. വളരെ നല്ലത്. യെസ്. അപ്പൊ നിങ്ങളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷം. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സെൽഫ് ലവ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മളെ കോൺഫിഡൻസും നമ്മളെ എനർജി ലെവലൊക്കെ വളരെയേറെ ഇംപ്രൂവ്ഡ് ആവും. പിന്നെ ഇതില് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് പറയുന്നത് നമ്മളെ ഗോൾസ് ഒക്കെ എഴുതുക എന്നുള്ളതാണ്. മാഡം 3 കാര്യങ്ങൾ പറയാൻ പറഞ്ഞില്ലേ നമ്മളെ മാന്ത്രിക കണ്ണാടി?
മാന്ത്രിക കണ്ണാടി സർ എന്താണ്? 3 കാര്യങ്ങൾ 3 യെസ്. നമ്മളുടെ അതെ. നമ്മൾക്ക് നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന 3 കാര്യങ്ങൾ എഴുതാം അല്ലെങ്കിൽ പറയാം. അതൊന്ന് പറയാം. അതെ അതെ. നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ. പിന്നെ നമ്മളുടെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പൊ അതില് ഓഥർ പറയുന്നത് അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവര് ഒരു 10 ഗോൾസ് എഴുതിയിട്ട് എപ്പോഴും അവരെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. ആ ഗോൾസ് നമ്മളടുത്ത് പോക്കറ്റിൽ കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ നമ്മൾ പേഴ്സിൽ കൊണ്ട് നടക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ റോണ്ട ബേൺ ഈ ബുക്ക് എഴുതുന്നതിന്റെ ഒരു 7 വർഷം മുമ്പ് അവർ ശരിക്കും ഭയങ്കരമായ കടത്തിലായിരുന്നു. അവർക്ക് $20 ലക്ഷം കടമുണ്ടായിരുന്നു. അതുപോലെ അവരുടെ ആരോഗ്യം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ബന്ധങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരെ കമ്പനി, അവര് ബിസിനസ് നടത്തിയിരുന്നു, ആ കമ്പനി അടച്ചുപൂട്ടാനുള്ള സ്ഥിതിയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവര്. പക്ഷെ എന്നാലും ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു 10 ഗോൾസ് അവർ എഴുതി വെച്ചു. അവർക്ക് അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത 10 ലക്ഷ്യങ്ങൾ അവർ എഴുതി വെച്ചു. എന്താണ്, എല്ലാ സൗകര്യങ്ങളോട് കൂടിയ വലിയ വീട്, നല്ല ബന്ധങ്ങള്, കടങ്ങളൊക്കെ വീട്ടുക, പിന്നെ നല്ല ഭംഗിയുള്ള വിചിത്രമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറെ ലക്ഷ്യങ്ങൾ അവർ എഴുതി വെച്ചു. അപ്പൊ അവർ പറയുന്നത് ഈ ലക്ഷ്യങ്ങളൊക്കെ അവർ എപ്പോഴും എവിടെ പോകുമ്പോഴും കൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് അവര് ഓരോ ദിവസവും 1 2 പ്രാവശ്യം അത് എടുത്തു നോക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അവര് സ്വപ്നം കണ്ട ആ വീട് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവര് സ്വപ്നം കണ്ട സ്ഥലങ്ങളൊക്കെ അവർക്ക് സന്ദർശിക്കാൻ സാധിച്ചു. പിന്നെ കുറെ ആൾക്കാരെ അവരെ ജോലിയിലൂടെ ഇൻസ്പയർ ചെയ്യണം, അവരുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ട് അവർ കുറെ ബുക്കുകൾ എഴുതി. അതൊക്കെ എന്താണ് കുറെ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ അവർ എഴുതി വെച്ച ലക്ഷ്യങ്ങളൊക്കെ വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവർ നേടിയെടുത്തു. അപ്പൊ അവർ നേടിയെടുത്ത ഗോൾസ് അവരെന്താ ചെയ്തത്? അതൊക്കെ വെട്ടി മാറ്റിയിട്ട് പുതിയ ഗോൾസ് എഴുതി ഉണ്ടാക്കി. അപ്പൊ ഇതായിരുന്നു അവർ ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയിരുന്നത്. ഒരു പ്രാവശ്യം 10 ഗോൾസ് അവര് എപ്പോഴും അവരെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് നേടിയതൊക്കെ അവര് വെട്ടി മാറ്റിയിട്ട് പുതിയത് എഴുതി ചേർക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് അവരെ ലക്ഷ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് അവരെ വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കും എല്ലാവർക്കും അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മളുടെ സ്വപ്നങ്ങളിൽ എത്താൻ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ 28 ദിവസത്തെ ആക്ടിവിറ്റീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്ന ജീവിതം നേടിയെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ റെഡിയാണോ? ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. വെരി ഗുഡ്. കഴിഞ്ഞ 28 ദിവസത്തെ ചെയ്തതാ, കഴിഞ്ഞ മാസം ചെയ്തിരുന്നു, എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ആയിരുന്നു. ഓക്കെ. യെസ്. ദാറ്റ്സ് ഗ്രേറ്റ്. അത് ശരിയാണ്. നമ്മൾ ആദ്യം ഒരു മാസം ചെയ്യണം, പിന്നെ അത് നമ്മൾ പിന്നെ 28 ദിവസം കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഏരിയാസിൽ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്രേറ്റ് മാം. യെസ്. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഏതെങ്കിലും ഏരിയയിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കിയിട്ട് മാറ്റാം. നമ്മളിൽ എല്ലാവരും എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് കവിഞ്ഞൊഴുകണം. അത് നമ്മുടെ ഒരു എക്സസൈസ് ആയിട്ട് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.